സോ നമ്മൾ രണ്ടാമത്തെ വീക്കിലി അനലൈസ് ആയിട്ടുള്ളത് യൂറോ യു എസ് ഡി ആണ് കേട്ടോ. സോ യൂറോ യു എസ് ഡിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്യാപ്പ് ഡൗൺ. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ബട്ട് വലിയ ഗ്യാപ്പ് ഡൗൺ ആയില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, സോ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരാഴ്ചൻ്റെ പകുതി എടുത്തു. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ചത്തേതാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിന്റെ അവസരങ്ങളും കാര്യങ്ങളൊക്കെ പറ്റെ കുറഞ്ഞു. ഓക്കെ, സോ എന്തായാലും ഈ ഒരു ദിവസം ഇന്നത്തോടെ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലാവും. സോ ഈ ഗ്യാപ്പ് ഫില്ലായിട്ടാണ് നമുക്ക് ഇന്ന് ട്രേഡ് ഉള്ളത്. സോ ഓൾറെഡി ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ്. ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഡൗൺ ട്രെൻഡ് ആണ്. സോ മാർക്കറ്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതുവരെ വരയ്ക്കുക, എന്നിട്ട് ഈ സാധനം കയറ്റി വെക്കുക, ഇതിന്റെ ലെവലിൽ കയറ്റി വെക്കുക. സോ ഇവിടെയാണുള്ളത്. നമുക്കിവിടെ എഫിജിയും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഇതുവരെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഇതുവരെ കയറിയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വരാം. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു ഇതുവരെ കയറിയിട്ട് ഇതുവരെ കയറിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾവേസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടായിരിക്കും ഇറങ്ങി പോവുക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല മാർക്കറ്റ്. സോ ഈ ഒരു വീക്കിലിയിലെ മാർക്കറ്റ് ഇങ്ങനെയാണ് പോണത്. സോ നമ്മൾ ഹൈ ടൈം ഫ്രെയിംസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ്, മാർക്കറ്റ് ഡൗൺ സൈഡ് ആണ്. ഓക്കെ, സോ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് നമുക്ക് ആ ഒരു ഇല്ലിക്കോലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡൗൺ സൈഡ്. മാർക്കറ്റ് ഓൾവേസ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഡൗൺ എടുക്കും. ഓക്കെ, ഈ ഒരു ഡൗൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. സോ ഇത് 1 ഡേയിലാണ്. നമുക്ക് 1 അവറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാണ്ട് പിന്നെ 15 മിനിറ്റിലും അതേപോലെ തന്നെ ആയിരിക്കും. 15 മിനിറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവമായിട്ട് മാർക്ക് ചെയ്യാം. സോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, 15 മിനിറ്റിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ബട്ട് ഈ ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എന്തായാലും മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നോക്കാം. യൂറോയും GBP ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് GBP ഞാൻ ചെയ്യുന്നില്ല. യൂറോയും GBP ഒക്കെ ഒരേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എല്ലാം ഒരേപോലെ തന്നെയാണ്. സോ ഈ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഫില്ലായി. ഓക്കെ, GBPന്റെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഫില്ലായി മാർക്കറ്റ്. എന്നിട്ട് മേ ബി ഈ ഒരു ഹൈ എടുത്തിട്ട് മേ ബി ഡൗൺ സൈഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും യൂറോ USDയും അതേപോലെ തന്നെ ആവാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വീക്കിലി അനലൈസ്. വീക്കിലി അനലൈസിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്, ഓൾവേസ് ഡൗൺ ട്രെൻഡ് ആണ്. അപ് ട്രെൻഡ് ഒന്നിലും ആയിട്ടില്ല. 1 അവറിലാണെങ്കിലും 4 അവറിലാണെങ്കിലും ഇനിയിപ്പോൾ 1 ഡേയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റ്. ഇവിടെ 4 അവറിൻ്റെ ഒക്കെ കാണാൻ പറ്റും. 4 അവറിലൊക്കെ ഡൗൺ ട്രെൻഡ് ആണ്. സോ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയൊരു ഹ്യൂജ് ഇതാണ്. അത് ഈ ഒരു ഒറ്റ ആഴ്ച എടുത്തിട്ട് റീകവറായി. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി എന്തായാലും മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു അപ്പ് സൈഡ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തിട്ട് അടിയിലോട്ട് വരും. ഓക്കെ, സോ യൂറോ USDന്റെ മാർക്കറ്റ് അനലൈസ്, വീക്ക്ലി മാർക്കറ്റ് അനലൈസ് ഇതാണ്. സോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, നിങ്ങളുടെ വ്യൂവിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. ഓക്കെ, വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കരുത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.